fell in love with it. So baby, thank you for showing the true love, and I'm worth for it. Thank you so much. I'm seriously and I really love you so much. ഞങ്ങളെക്കാട്ടി കൂടുതൽ ആഗ്രഹിച്ച ആൾക്കാരാണെന്ന് തോന്നുന്നു അതിലുള്ള ഇവരുടെ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ ലൈക്ക് ദൈവം ഇത്രയും അവർ ആഗ്രഹിച്ചിട്ടുണ്ടോന്ന്. ലൈക്ക് ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ നമ്മൾ ഒന്നിക്കണമെന്ന്. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾക്ക് ലൈക്ക് ഞങ്ങളുടെ സീനിലൊരു ദേവി ഉണ്ടായിരുന്നു. ആ ദേവി നിങ്ങളുടെ പ്രാർത്ഥന ശരിക്കും കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ടായിരുന്നു. സൽമാൻ ഭയങ്കര ധൈര്യശാലിയാണ്. ഇങ്ങനെ വെക്കേണ്ടി വരും. ഹാഫാണ്. അല്ലല്ല, ഞാൻ ഭയങ്കര ഇപ്പുറത്താണ്. യെസ്, അറിയാണ്ട് വെച്ചതാണോ? ഇല്ലില്ല, ശരിക്കും ഈ മാസത്തിലൊക്കെ വെറുതെയാണ്. ഒരു ചേച്ചി ഒരു ചേച്ചി ഒരു പട്ടീനെ ഇവിടെ കൊണ്ട് നിർത്തിക്കും. ഇപ്പൊ ഇതിന് മേലെ കയറി നിൽക്കുന്നു. ഈ കാസ്റ്റിന്റെ പേരിൽ എന്തെങ്കിലും നെഗറ്റീവ് കോമന്റ്സ് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഈ വരുന്ന ഒരു 0.5% നെഗറ്റീവ്സ് വരുന്നത് ഈ റിലീജിയനും ഈ ഒരു ഏജ് ഡിഫറൻസ് പിന്നെയും കുഴപ്പമില്ല. റിലീജിയന്റെ ബേസിൽ ഒരുപാട് വന്നിട്ടുണ്ട്. രജിസ്റ്റർ വിവാഹത്തിന്റെ രജിസ്റ്റർ മാരേജിന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, രണ്ടാളുടെ വീട്ടുകാരും ഇല്ല. വിച്ച് മീൻസ് ദാറ്റ് ഒബ്വിയസ്ലി അവിടുന്ന് ഒരു എതിർപ്പുണ്ട്, അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രജിസ്റ്റർ മാരേജിന് അന്ന് ഇവളുടെ അച്ഛൻ വന്നു അവിടെ. എന്തായാലും രജിസ്റ്റർ മാരേജിന്റെ അന്നാണ് ഐ ലവ് യു പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. അപ്പം ലൈവായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഐ ലവ് യു പറയണം. ഈ കുട്ടീനെ പ്രപ്പോസ് ചെയ്യണം, പ്രപ്പോസ് ചെയ്യട്ടെ എന്നൊക്കെ. എനിക്ക് കുറെ ഫോർമാലിറ്റി ഒന്നും ഇല്ലല്ലോ. ഇല്ല, എന്നാലും കുറച്ച്. So baby, thank you for showing the true love, and I'm worth for it. Thank you so much. I'm seriously and I really love you so much. Oh, I love you more. Okay. Yeah, I know. അയ്യോ, ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ. അയ്യോ, സിംഗിളാ? ഇങ്ങനെ പരസ്യമായിട്ട് ചോദിക്കില്ല. ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുന്ന എന്നെ പോലത്തെ കുറെ സിനിമക്കാര് പ്രതീക്ഷിക്കുന്നുണ്ടാവല്ലോ മെഹറി. അല്ല, എന്നെ പോലെ സിഗ്മ ആയിരുന്ന സിഗ്മ തെറ്റിപ്പോയ ടങ്ക് സ്ലിപ്പ്. ഇത്രയും കാലം ഇത്രയും വർഷം അത് പറഞ്ഞു സിഗ്മ എന്ന് പറഞ്ഞോണ്ട് നിന്നിട്ട് ഈ ഒരു 5-6 ദിവസം കൊണ്ട് മാറ്റി പറയാൻ കുറച്ച് ബുദ്ധിമുട്ട്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ. അല്ല, ഇത് നിങ്ങൾ എല്ലാത്തിനും ഒരു പോയിന്റിൽ പിടിച്ച് നിൽക്കല്ലേ, ഒരു ഫ്ലോയിലേക്ക് പോട്ടെ. അപ്പൊ അവർക്ക് അറിയേണ്ടി വരില്ല മെഹറിൻ സിംഗിൾ ആണോ ഡബിൾ ആണോ. ഞാൻ സിംഗിൾ ആണ്. സിഗ്മ ബോയ്സ് ആരെങ്കിലും എന്നെ കൊണ്ട് ഇത്രേ പറ്റും. അതെ, എനിക്കൊരു ജീവിതം കിട്ടട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പിൻഡർ കാസ്റ്റിന് ലൈക്ക് ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ. അപ്പൊ ലൈക്ക് നിങ്ങൾ വീട്ടിൽ സംസാരിക്കും. ഇപ്പം സൽമാൻ വിളിച്ച് ചോദിച്ചല്ലോ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞപ്പം അതെങ്ങനെയാണ് വീട്ടില് പ്രസന്റ് ചെയ്തത്? അത് വീട്ടില് ഇവളുടെ വീട്ടിൽ ഓൾറെഡി ഇവർക്ക് എൻ്റെ അടുത്തുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ഒരു താല്പര്യം ഞങ്ങളുടെ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. സോ രജിസ്റ്റർ വിവാഹത്തിന്റെ രജിസ്റ്റർ മാരേജിന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, രണ്ടാളുടെ വീട്ടുകാരും ഇല്ല. വിച്ച് മീൻസ് ദാറ്റ് ഒബ്വിയസ്ലി അവിടുന്ന് ഒരു എതിർപ്പുണ്ട്, അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വെരി ലക്കിലി അന്ന് രജിസ്റ്റർ മാരേജിന് അന്ന് ഇവളുടെ അച്ഛൻ വന്നു അവിടെ. അച്ഛനെ കണ്ടപ്പോ പുള്ളിക്കാരി കുറച്ച് ഷോക്കായി. ഞങ്ങളവിടെ പിക്ചർ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് പുള്ളിക്കാരി ഇതാരോ വിളിക്കാത്തൊരു ഗസ്റ്റ്. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര കൂളായിരുന്നു. വന്നിട്ട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഇത്ര വരെ ആയില്ലേ, സോ നല്ലൊരു ജീവിക്ക് ബ്ലസ് ചെയ്തു. കൂടെ നിന്ന് പിക്ചർ ഒക്കെ എടുത്ത്. പക്ഷെ ആക്ച്വലി ഒരു അബദ്ധം പറ്റി എന്താ വെച്ചാൽ ഞങ്ങൾ പിക്ചർ എടുത്തില്ല. ഞങ്ങളത് റിയലൈസ് ചെയ്യാൻ കുറെ ടൈം എടുത്തു. കാരണം ഒരു പ്രശ്നം ഞങ്ങൾ ഉള്ളിന്റെ പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നു, ആരെങ്കിലും ഒക്കെ വരും എന്നുള്ളത്. പക്ഷെ അച്ഛൻ വന്നിട്ട് ഭയങ്കര കൂളായിരുന്നു. പുള്ളിക്ക് അതിൻ്റെ അടുത്ത് സംസാരിച്ചു, എൻ്റെ അടുത്ത് സംസാരിച്ചു. മോളെ പൊന്നു പോലെ നോക്കണേന്നൊക്കെ പറഞ്ഞു. പൊന്നല്ലേ? പൊന്നുപോലെയാണോ നോക്കുന്നത്? മുക്കുകൊണ്ടാണോ?
അപ്പൊ അങ്ങനെയൊക്കെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പൊ അമ്മക്കൊക്കെ അമ്മേൻ്റെ അടുത്ത് പുള്ളിക്കാരത്തിയല്ല അമ്മേൻ്റെ അടുത്ത് സംസാരിച്ചു അങ്ങനെ. അപ്പൊ എൻ്റെ വീട്ടിൽ നിന്നും ഇതേപോലുള്ള അല്ലറച്ചില്ലറ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റീസെന്റ് ഇപ്പൊ ഇന്ന് ഉമ്മച്ചി വിളിച്ച് സംസാരിച്ചു, ഉമ്മച്ചി ഇപ്പൊ മെസ്സേജ് ഒക്കെ അയച്ചു. ഇറ്റ്സ് ഓൾ ഗെറ്റിംഗ് ഗുഡ്, ഗോയിങ് ഗുഡ്. ഉണ്ടെങ്കിലും eventually people started being okay. പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്താന്ന് വെച്ചെങ്കിൽ വരുന്ന കമന്റ്സ് ആണെങ്കിലും ഒരു ഔട്ട് ഓഫ് 100 ഒരു 99.5ഉം ഭയങ്കര പോസിറ്റീവും സപ്പോർട്ട്. എല്ലാവരും ഞങ്ങളെക്കാട്ടി കൂടുതൽ ആഗ്രഹിച്ച ആൾക്കാരാണെന്ന് തോന്നുന്നു അതിലുള്ള ഇവരുടെ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ ലൈക്ക് ദൈവം ഇത്രയും അവർ ആഗ്രഹിച്ചിട്ടുണ്ടോന്ന്. ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ നമ്മൾ ഒന്നിക്കണമെന്ന്. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സീനിലൊരു ദേവി ഉണ്ടായിരുന്നു. ആ ദേവി നിങ്ങൾ പ്രാർത്ഥന ശരിക്കും കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ ഒരു അല്ലറ ചില്ലറ നെഗറ്റീവ്സും ഉണ്ട്, എന്തായാലും വരും. കാരണം ഈ ഒരു എനിക്കറിയില്ല ആൾക്കാർക്ക് ഇപ്പോഴും എന്താണ് ഈ ഏജ് ഡിഫറൻസ്, ഈ ഒരു റിലീജിയൻ ഡിഫറൻസ് ഒക്കെ ഇപ്പോഴും നെഗറ്റീവായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് ബേസിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് നിർത്തിയാൽ വളരെ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ കൂടുതൽ ആൾക്കും പ്രശ്നമില്ല. വി ആർ വെരി ഹാപ്പി ആൻഡ് family is also getting okay with it. all are getting okay with it. ഈ കാസ്റ്റിന്റെ പേരിൽ എന്തെങ്കിലും നെഗറ്റീവ് കോമന്റ്സ് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ വരുന്ന ഒരു 0.5% നെഗറ്റീവ്സ് വരുന്നത് അധികം ഈ റിലീജിയനും ഈ ഒരു ഏജ് ഡിഫറൻസ് പിന്നെയും കുഴപ്പമില്ല. റിലീജിയന്റെ ബേസിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ പറയുന്ന, പക്ഷെ അതിലും രസം എന്താന്ന് വെച്ചാല് അതിന്റെ അടിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങൾക്ക് എന്താ പ്രശ്നം, അവർക്ക് പ്രശ്നമില്ലെങ്കിൽ എന്നുള്ള സാധനം അപ്പം എല്ലാം എൻജോയിങ് ആണ്. ഇപ്പൊ കൂടുതൽ ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം പണ്ടൊക്കെയാണ് ലൈക്ക് സെയിം റിലീജിയൻ അങ്ങനെയുള്ളത്. ഇപ്പൊ മേഘ പറഞ്ഞ പോലെ രണ്ടാൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ അതിനകത്ത് ഇപ്പൊ കൂടുതൽ എന്താ നോക്കേണ്ട കാര്യമുള്ളത്. ഓക്കെ, അപ്പം അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മുടെ ഷോയുടെ പേരെന്താ? സുന്ദരിനിയും സുന്ദരന്മാരും. അപ്പം ഇതിനകത്ത് ഞാനാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. ഓക്കെ, ഇതിപ്പം എന്നെ കുറിച്ചുള്ള സെഗ്മെന്റ് ആണോ? അല്ല, രണ്ടുപേരെ കുറിച്ചുള്ള. രണ്ടും നീയാണ്, സുന്ദരിയും സുന്ദരനാണ്. യെസ്, നോ. ഓക്കെ, എന്തായാലും ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വായിക്കും. യെസ് ആണെങ്കിൽ യെസ് പറയണം, നോ ആണെങ്കിൽ നോ പറയണം. എന്നിട്ട് അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തരണം, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു തരണം. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൽമാൻ മുൻചുണ്ടി കൂടുതൽ ഉള്ള ഒരാളാണ്. കുറച്ച് ഷോർട്ട് ടെമ്പേർഡ്. യെസ്. എന്താ കാണിക്കാത്തെ? കാണിക്കണം. യെസ്. എങ്ങനെ സഹിക്കുന്നു? തിരിച്ചൊന്നും പറയാതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ ഫീൽ ആവും, അയ്യോ പറഞ്ഞ് കൂടിപ്പോയ. അപ്പൊ വരും തിരിച്ചു പറഞ്ഞ പിന്നെ യുവർ ഡെഡ് ഫുൾ ആണെങ്കിൽ. വയലന്റ് ആണോ? ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എന്തിനാ? അങ്ങനെ ഇന്നതൊന്നുമില്ല, ചില ടൈമിൽ വന്നു പോണതാണ്. പക്ഷെ ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞ പോലെ പുള്ളിക്കാരി എനിക്ക് എൻ്റെ അടുത്ത് തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ പെട്ടെന്ന് റിഗ്രറ്റ് അടിച്ച് സോറിയൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ഇമ്മീഡിയറ്റ്, അതായത് എത്രത്തോളം ഷോർട്ട് ടെമ്പേർഡ് ആണോ അത്രത്തോളം തന്നെ ഷോർട്ട് കൂളറും ആണ്. പെട്ടെന്ന് പോയിട്ട് സോപ്പിട്ട് എടുത്തോളൂ. സെറ്റ് വെച്ച് ചൂടായ കാര്യം പറയട്ടെ. സെറ്റ് വെച്ച് ചൂടായോ? എന്തിനാ ചൂടായ? എല്ലാം പറയുന്നവിടെ, എല്ലാം എന്ന് പറയണം. നിങ്ങളെ പറ്റി ആർക്കും കുറച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടാവും, അപ്പൊ എല്ലാം അറിയണം. സെറ്റ് വെച്ച് യൂഷ്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് വെച്ച് എന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ തിരിച്ചു നോക്കി എന്തോ ചെയ്തില്ല, ഞാൻ എങ്ങോട്ടോ നോക്കിയിരുന്നു. അതിന് വേണ്ടി എൻ്റെ അടുത്ത് ചൂടെ നിനക്കിപ്പോ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ സമയമില്ലല്ലോ, അതാണ് ഇതാണ് ഞാൻ നോക്കി നിനക്ക് നോക്കാൻ വയ്യല്ലോ. 2 വർഷം നടത്തിക്കും, പക്ഷേ നോക്കിയില്ലെങ്കിൽ പ്രശ്നം. ഓക്കേ, പറയൂ. എന്തും പറഞ്ഞ് എൻ്റെ അടുത്ത് ആണെങ്കിൽ ദ ഹോൾ ഡേ ഹി ഡിഡ്ന്റ് ടോക്ക് ടു മീ. എൻ്റെ സംസാരിച്ചു പോലും ഇല്ല. ചൂടെടുത്തിട്ടായിരിക്കുമല്ലോ. അതെ അതെ അതെ, സത്യങ്ങൾ ഇങ്ങനെ പുറത്ത് വരുമ്പോഴും വേർക്കും. അപ്പൊ ഇങ്ങനെ കുഞ്ഞു കാര്യം മതി പെട്ടെന്ന് ദേഷ്യപ്പെടാൻ. മേഘ എങ്ങനെയാണ്? ദേഷ്യം ആളാണോ? വെരി റയർലി. ഓക്കെ, ഇതിന്റെ മുഖത്തൊക്കെ എനിക്ക് ദേഷ്യപ്പെടാൻ. ഞാൻ ഇപ്പൊ റീസെന്റ് അവളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്ത്, നീ ശരിക്കും ഹ്യൂമൻ ആണോ ഏലിയൻ ആണോ അല്ലെ, ഇപ്പൊ 2 days ബാക്ക്. കാരണം എന്താ വെച്ചെങ്കിൽ നോർമലി ഒരു ചൂടാവേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഒരു സങ്കടപ്പെടേണ്ട സിറ്റുവേഷനിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആട്ടോ. ലിറ്ററലി ഭയങ്കര പ്രാക്ടിക്കലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഇപ്പം എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ നീ എന്താണ്, നിനക്കൊരു സങ്കടമില്ല അല്ലെങ്കിൽ നിനക്കൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ നീ ചൂടാതെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്തിനാ പാചകം, അതിപ്പോൾ കഴിയും.
ഇപ്പോൾ കഴിഞ്ഞിട്ട് നമ്മുടെ നല്ല സമയമാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് നെഗറ്റീവ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കും നെഗറ്റിവിറ്റി കിട്ടി, നമ്മുടെ നല്ല സമയം പോയി. കാരണം ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും. ആ നല്ല സമയം കൂടി പോവും, നമ്മുടെ എനർജി വേസ്റ്റ്, ആ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ കിടക്കും. പോട്ടെ, നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എങ്കിൽ നമുക്ക് സംസാരിക്കാം. ചെയ്യാൻ പറ്റില്ലേ, ലീവ് ഇറ്റ്, മൂവ് ഓൺ. ഇത് മാഷാ അല്ലാഹ് ഭയങ്കര അടിപൊളി സംഭവം, ഭയങ്കര രസമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരേ പ്രൊഫഷനിൽ ഉള്ള ഒരാളെ തന്നെ ലൈഫ് പാർട്ട്ണറായി കിട്ടണം എന്ന് നേരത്തെ ആഗ്രഹിച്ചിരുന്നു? നോ. നോ. എന്തായിരുന്നു കുട്ടിയുടെ ഒരു ലൈക്ക് ഭാവി പാർട്ട്ണർ ലൈഫ് പാർട്ട്ണറിനെ പറ്റിയുള്ള കോൺസെപ്റ്റ്സ് എന്തൊക്കെയായിരുന്നു? ഞാൻ ലൈക്ക് റീസെൻ്റ് അല്ല, കുറച്ച് കാലം മുന്നേ എടുക്കുകയാണെങ്കിൽ ഞാൻ മെഡിസിന് പഠിക്കാൻ വേണ്ടി പോകാൻ റെഡിയായി നിൽക്കുന്ന ആളായിരുന്നു. പക്ഷേ ഷൂട്ടായി, വർക്കായി, പിന്നെ അതിലേക്കായി. സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ഇനി തൊട്ട് എൻ്റെ പ്രൊഫഷൻ ഇത് തന്നെ ആയിരിക്കും. കല്യാണത്തിന്റെ മുമ്പേയുള്ള പ്ലാൻ അതെ അതെ. അല്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ചോണ്ട് പിന്നെ മേഘക്ക് മെഡിസിൻ പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇല്ല, കല്യാണത്തിന് മുന്നേ ലൈക്ക് മീഡിയത്തിലും സീരിയൽ ജോയിൻ ചെയ്ത മുന്നേ ഞാൻ മെഡിസിൻ പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോഴാണ് ഈ സീരിയൽ വന്നു. സോ ഐ ഹാവ് ടു ഡ്രോപ്പ് മൈ മെഡിസിൻ പ്ലാൻ നിർത്തിയിട്ടാണ് ഞാൻ സൈക്കോളജി പഠിക്കാൻ വേണ്ടി പോയത്. അതും പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കോഴ്സ് സെലക്ട് ചെയ്തത് ആൾക്കാർ ചോദിക്കും പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പഠിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി സെലക്ട് ചെയ്തതാണ്. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ദിസ് ഈസ് മൈ പ്രൊഫഷൻ ആക്ടിങ്. പിന്നീട് സൈക്കോളജി പഠിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഐ വാസ് ലൈക്ക് ഓക്കെ ഈ പ്രൊഫഷൻ, ഈ ആക്ടിങ് പ്രൊഫഷനിൽ ഒരിക്കലും നമുക്ക് എന്താണ് ലൈഫ് ലോങ് നിൽക്കില്ല. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടും ആവാം, ഇന്നും ആവാം. സോ ഐ നീഡ് എ ഡിഗ്രി. അങ്ങനെ കുറേ അഡ്വൈസും തന്നിട്ടുണ്ട് കേട്ടോ. നീ പഠിക്കണം, നിനക്ക് ഡിഗ്രി വേണം, ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പവറാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം പിന്നെ ഐ തോട്ട് ഓക്കെ ആക്ടിങ് ഒരു മെയിൻ പ്രൊഫഷൻ ആക്കാതെ അല്ലാത്ത പ്രൊഫഷൻ ആക്കണമെന്ന്. ആ സമയത്ത് രണ്ട് ആക്ടേഴ്സ് നിൽക്കുന്ന സെയിം പ്രൊഫഷൻ ഒന്നിച്ചേർന്ന് പോവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അത് വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ പ്രൊഫഷൻ ഞാൻ ചേഞ്ച് ചെയ്തു. സോ അപ്പം നമ്മളിപ്പോൾ സെയിം പ്രൊഫഷൻ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നല്ലൊരു പ്രൊജക്ട് കിട്ടിയാലും ഒരുമിച്ച് ഒരുമിച്ച് കിട്ടിയെന്നല്ല, നല്ലൊരു പ്രൊജക്ട് കിട്ടണമെങ്കിൽ ചെയ്യണമെന്നുണ്ട്. ബട്ട് ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ വി ആർ ബ്ലെസ്ഡ് ടു ഡു. കാരണം അന്ന് കാരണം ഇത് രണ്ടിലും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ ഞങ്ങൾ റിയൽ പെയർ ആയിരുന്നില്ല. ഈവൻ ദോ മെയിൻ ലീഡ്സ് ആയിരുന്നെങ്കിൽ പോലും ഞങ്ങൾ അതിൽ ഓപ്പോസിറ്റ് ഞങ്ങൾ ലീഡ്സ് ആയിരുന്നില്ല. അപ്പോൾ എന്നിട്ട് പോലും ആൾക്കാർ ഇത്രയും അത് ഏറ്റെടുത്ത് ഇത്രയും അതിന് ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒറിജിനൽ ആയിട്ട് ഒരു പെയർ ചെയ്തെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. So ഒരു പ്രോജക്റ്റ് കിട്ടി ഡെഫിനറ്റ്ലി വി ബോത്ത് ആർ റെഡി ടു ഡു ഇറ്റ്. ഓക്കേ, സൽമാന്റെ എന്തായിരുന്നു ഒരു ഭാവി ഭാര്യനെ പറ്റിയുള്ള ഒരു ഇത്? സത്യം പറഞ്ഞാല് സത്യമായിട്ടും എനിക്ക് അങ്ങനെ കുറെ കോൺസെപ്റ്റ്സും കാര്യങ്ങളും സിഗ്മ എന്ന് വെച്ചാൽ ബ്രേക്കപ്പിന് ശേഷം ആയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉണ്ടായ എൻ്റെ ലവ് ലൈഫ് ടൈമിൽ ഇന്ന ക്വാളിറ്റി ഉണ്ടാവണമെന്ന് വിചാരിച്ച് കണ്ടുപിടിച്ച ആളൊന്നല്ല. ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നി അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരാളെ കുറിച്ച് ഒറ്റ ഇതേ ഉള്ളൂ, വാട്ട് എവർ ദ പാസ്റ്റ്, മുമ്പ് എന്തൊക്കെ ആയിരുന്നാലും ലവിലായി കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കണം പുള്ളിക്കാരത്തിയുടെ ഒരു വേൾഡ്, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിൻ്റെ ഹാപ്പിനെസ് ഓർ വാട്ട് എവർ, അത് ഞാനായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ അതൊന്നും എനിക്കറിയില്ല. നീണ്ട മൂക്കുള്ള കുട്ടി, നീണ്ട മൂക്ക് എനിക്കുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വേണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് എല്ലാം കൂടി ലാസ്റ്റ് കുട്ടികൾക്ക് വലിയ മൂക്കായാലും അങ്ങനെയൊന്നുമില്ല. അടുത്തത്, എനിക്ക് വളരെ വലിയ അളവിൽ പൊസസീവ്നെസ് ഉണ്ട്. പോസിറ്റീവാണ്, രണ്ടാളും പോസിറ്റീവാണ്. അതെനിക്ക് മനസ്സിലായി, നോക്കിയില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ എക്സ്പ്രസിംഗിൽ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് പൊസസീവ് അടിച്ചാലും ഞാൻ ഇങ്ങനെ പോയി ചൊറിഞ്ഞോണ്ടിരിക്കില്ല, ഞാൻ മിണ്ടാതിരിക്കും. ആ മിണ്ടാതിരിക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവും എന്തോ ഒന്ന് അടിച്ചിട്ടുണ്ട്. പക്ഷെ പാച്ചു ആണെങ്കിൽ ഓൺ ദി സ്പോട്ട് ഫയറിംഗ് ആയിരിക്കും. തുറന്നു പറയും, നീ അങ്ങനത്തെ ചെയ്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ പിന്നെ മുഖം വെറുപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. അതൊക്കെ അറിയുമ്പോൾ തോന്നി എന്തോ എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാളും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അടുത്ത്, എന്ത് പറഞ്ഞാലും എത്ര കുറ്റപ്പെടുത്തിയാലും സഹിക്കുന്ന ക്യാരക്ടറാണ് മേഘയുടേത്. യെസ്, അതിന് വലിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കഥ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സൽമാൻ ഭയങ്കര ധൈര്യശാലിയാണ്. ഇങ്ങനെ വെക്കേണ്ടി വരും, ഹാഫ് ആണ്. അല്ലല്ല, ഞാൻ ഭയങ്കര
ഇപ്പുറത്താണ് യെസ്. അറിയാണ്ട് വെച്ചതാണോ? ഇല്ല ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാ. ഈ മാസത്തിലൊക്കെ വെറുതെയാണ്. ഒരു ചേച്ചി ഒരു ഇല്ല ഒരു ചേച്ചി ഒരു പട്ടീനെ ഇവിടെ കൊണ്ട് നിർത്തിക്കും, ഇപ്പൊ ഇതിന് മേലെ കയറി നിൽക്കുന്നതാണ്. അല്ല ഞാൻ വല്ല സംഭവമാണ്. കൊറേ കണ്ടിട്ടുണ്ട് ഞാൻ. ധൈര്യശാലിയാണോ? അതെ അല്ലേ? ആണ്, ഞാൻ ധൈര്യശാലിയാണ്. അങ്ങനല്ല, 2.5 വർഷം വെയിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ കുറച്ച് ധൈര്യം വേണം. തീർച്ചയായും ഇത്രയും വലിയ ഡിസിഷൻ എടുക്കാൻ ധൈര്യം വേണ്ടേ? അത് നിനക്ക് ധൈര്യം ഇല്ലാത്തോണ്ടല്ലേ 2 വർഷം എടുത്ത് അല്ലേടാ? കുറച്ച് സൈലന്റ് ആണെങ്കിലും ഭയങ്കര ധൈര്യമുള്ള കുട്ടിയാ അല്ലേ? ജിമ്മിലൊന്നും പോകണ്ട ധൈര്യം വരാനൊക്കെ. ശരി മാഡം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിവാഹശേഷം ഏറ്റവും കൂടുതൽ ഫ്രീ ടൈം വേണമെന്ന് കൂടുതൽ ആഗ്രഹിച്ചത് മേഘയാണ്. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. 2 പേർക്കും മ്യൂച്വലി അല്ലേ? അതിനെ കുറിച്ച് ഇപ്പൊ എങ്ങനെ പറയാം? ഞങ്ങൾ ഫ്രീ ടൈമിനെ കുറിച്ചിട്ട് അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. 2 പേർക്കും ഞങ്ങൾക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. ഫ്രീ ടൈമിൽ ട്രാവലിംഗ്, ട്രിപ്പ് അടി അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അത്യാവശ്യം ഫ്രീ ടൈം. ഇപ്പൊ ഇവിടെ കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പൊ ഫ്രീ ടൈം 2 പേർക്കും വേണമെന്നില്ല. വേണമെന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ കൂടുതലായിട്ട് ആരാ പറഞ്ഞെന്ന് വെച്ചാൽ കൺഫ്യൂസിംഗ് ആണ്. കാരണം രണ്ടാൾക്കും ബിസിനസ് എന്താന്നുള്ളത് അറിയുന്നത് കൊണ്ട്. കാരണം പുള്ളിക്കാരത്തിന്റെ ക്ലാസ് ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വർക്ക് ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ലക്കിലി ഞാൻ പറഞ്ഞില്ല, എൻ്റെ തമിഴ് പ്രൊജക്ട് ടെലികാസ്റ്റ് ആവാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ടീമിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് അവർ ഇത്തിരി ടൈം തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് ഫ്രീ ടൈം ഉണ്ട്. ഞാൻ ഈ ബാക്ക് ഇഞ്ചൂർഡ് ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ലോങ് ട്രാവലും ബാക്കി ട്രിപ്പിംഗ് പരിപാടീസ് ഒന്നുമില്ല. ഇപ്പൊ കംപ്ലീറ്റ് റെസ്റ്റും ഇവിടെ തന്നെയുള്ള ഒരു അടിച്ചുപൊളീസ് മാത്രമേ ഉള്ളൂ. അടുത്തത്, വിവാഹത്തിന് മുമ്പ് പലതവണ ഞങ്ങൾ വഴക്കിട്ടിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും വലിയ വഴക്കുണ്ടാക്കിയത് എന്തിന്റെ പേരിലാണ്? ഈ നോക്കിയില്ലാന്നൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കല്ല, അതൊന്നും പറയല്ലേ. എന്തോ ഒരു പോസ്റ്റ് ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ട സമയത്ത് നമ്മളൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് ലൈക്ക് ഒരു സ്പെസിഫിക് പിക്ചർ കൊള്ളൂല എന്ന് പറഞ്ഞ്, പക്ഷെ ഞാൻ ലൈക്ക് ഓക്കെ പോസ്റ്റ് ചെയ്യുന്ന കുഴപ്പമില്ല എന്നുവെച്ചാൽ എടുത്ത കൊള്ളൂല എന്നാൽ കൊള്ളാം എനിക്ക് അറിയണ്ട. അറ്റ് ദ ടൈം ഐ വാസ് ഡം, ഐ ഡോണ്ട് നോ. ഞാൻ അതെടുത്ത് പോസ്റ്റ് ഇട്ട്. അപ്പോഴാണെങ്കിൽ അതിന് പാച്ചു കുറച്ച് ദിവസം 2 ദിവസം എൻ്റെ അടുത്ത് മിണ്ടാതൊക്കെ ഇരുന്നു. പിന്നെ സോറിയൊക്കെ പറഞ്ഞു, എന്നാലും വീണില്ല. ആ സമയത്ത് എനിക്ക് എന്താണ് മിണ്ടാതിരിക്കണം, വഴക്ക് പറഞ്ഞ് മിണ്ടാതിരിക്കണം എന്ന് ആ ഒരു സാധനം തലയിൽ വരില്ലായിരുന്നു. കാരണം എന്താണ് ഒരാൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത് എനിക്ക് പേഷ്യൻസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ഞാൻ പഠിച്ചത്. സൽമാൻ എന്താ പഠിച്ചത്? പുള്ളിക്കാരി പേഷ്യൻസ് പഠിച്ചു എന്നുള്ളത് ഞാൻ പഠിച്ചു. ഇല്ല, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുള്ളിക്കാരത്തിൻ്റെ ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അത് എനിക്ക് അറിയാം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ചൂടായിട്ട് കാര്യമില്ല, അത് ശരിയാവും എന്ന് എനിക്കറിയാം. പക്ഷെ ഇത് അറിയാണ്ട് വന്നു പോകുന്നതാണ് ഈ ഷോർട്ട് ടേം വേർഡ്. ഞാൻ പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരത്ത് അതിനെ റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് തന്നെ അത് സങ്കടമായി. ഞാൻ തന്നെ പോയിട്ട് സോറി, ഞാനത് പെട്ടെന്ന് ആയിപ്പോയതാണ്, സോറി എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരത്തി ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പം നെഗറ്റീവ് വരുന്ന സമയം ഞാൻ പെട്ടെന്ന് പാനിക്, ഞാൻ പെട്ടെന്ന് ടെൻഷൻ ആവും. അപ്പോൾ ഞാനതിങ്ങനെ ചില സമയത്ത് റിപ്പീറ്റ് ചെയ്ത് അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എടി അങ്ങനെ ഇങ്ങനെ പറയും, അത് വിടുമാച്ചോക്കുക, അത് സംഭവിച്ച് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, ദെൻ ലെറ്റ്സ് ഡിസ്കസ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ലീവ് ഇറ്റ്. അതിനേക്കാളും നല്ലതൊന്നും വരും. അല്ലെങ്കിൽ അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏലിയൻ ആണെന്ന് പോലും ചോദിച്ചതെന്ന് വെച്ചെങ്കിൽ ഒരു നോർമൽ മനുഷ്യന് ഒരു നോർമൽ സിറ്റുവേഷനിൽ പാനിക് ആവുന്ന, ടെൻസ്ഡ് ആവുന്ന, ചൂടാവുന്ന ഒന്നുമില്ല. എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഹാൻഡിൽ ചെയ്യുക. എന്ത് കാര്യം കിട്ടിയാലും ഭയങ്കര രസമാണ്. അതുകൊണ്ട് നമുക്ക് ആ പോസിറ്റിവിറ്റി ഭയങ്കരത്തിൽ കിട്ടും. അത് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. സ്ട്രെസ് അടിച്ചിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ കൂളാക്കാനും ഹാൻഡിലാക്കാനും ദ ബെസ്റ്റ്. ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് ആക്ച്വലി എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് വരായിരുന്നു. എന്നിട്ട് പിന്നെ എന്നെ മീറ്റ് ചെയ്തില്ല. അതൊരു ദേഷ്യ പരിപാടി. ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലും ഭയങ്കര ദേഷ്യമാണ്. അടുത്തത്, വിവാഹം കഴിഞ്ഞതോടെ ഉത്തരവാദിത്വം കൂടി. തീർച്ചയായിട്ടും ഉത്തരവാദിത്വം കൂടി എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കൂടി. കാരണം ഒരുപാട് എതിർപ്പിൽ നിന്നും വന്നൊരു ലൈഫാണ്. അപ്പം അത് ജയിച്ച് കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്.
അത് ഫാമിലി പരമായിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഫാമിലി കുറച്ച് കൂളായിട്ടുണ്ടെങ്കിലും ആദ്യം ഞങ്ങൾ ആ ഡിസിഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ മുൻകൂട്ടി കണ്ടൊരു കാര്യമാണത്. പിന്നെ ഇപ്പം ഈ പറയുന്ന കുറച്ച് എല്ലാ കമൻസിനും എല്ലാത്തിനും ഞങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആരെയും ബോധിപ്പിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ എന്നാലും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉള്ളപ്പോൾ ജീവിച്ച് ജയിച്ച് കാണിക്കാൻ പ്രത്യേക ഒരു രസമാണ്. അപ്പം അതുകൊണ്ട് അതും എൻജോയ് ചെയ്യുന്ന ഇത് അത്രയ്ക്കും ഇഷ്ടപ്പെടാത്ത കമൻ്റ് ആണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനത് ഡിലീറ്റ് ചെയ്യും. കാരണം എല്ലാവർക്കും മറുപടി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ദ ഓൺലി തിങ് വി ക്യാൻ ഡു ഈസ് ജസ്റ്റ് ഷോ ദം ദ ഹാപ്പി ലൈഫ്. ഞങ്ങൾ എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് പോകുന്നത് അത് ഞങ്ങൾ കാണിക്കാം. എന്നിട്ട് നിങ്ങൾ ആര് തീരുമാനിച്ചാലും തീരുമാനിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും പറയാണ്, ഒരു 5 പേര് നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ നാളെ റിഗ്രറ്റ് ചെയ്യണം. അല്ലാണ്ട് ഈ ഡിസിഷൻ എടുത്തത് കൊണ്ട് ഞങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾ റിഗ്രറ്റ് ചെയ്യണമില്ല. ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കും. അതിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ അവളുടെ അടുത്തും പറയാറുണ്ട്. എടി നോക്ക്, ഒരാളെങ്കിലും നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ ഒരാളെ കൊണ്ട് നാളെ മാറ്റി പറയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം ആയിട്ടല്ല, പക്ഷെ അതൊരു ചലഞ്ച് ആയിട്ട് എടുക്കുക. ജസ്റ്റ് ഷോ വി ആർ ഹാപ്പി, ലീവ് ഹാപ്പിലി. എന്താണോ നിന്റെ ഇഷ്ടം, എന്താണോ നിനക്ക് ചെയ്യാൻ ആഗ്രഹം, നിനക്ക് പഠിക്കണോ പഠിക്ക്, നിനക്ക് വർക്ക് ചെയ്യണം, നല്ല വർക്ക് വന്നോ നീ വർക്ക് ചെയ്തോ. നീ എന്താണോ നിന്റെ ലൈഫ്, നിന്റെ ഗോൾ, നിന്റെ ഹാപ്പിനെസ്, വാട്ട് മേക്ക് യു ഹാപ്പി, ഡു ദാറ്റ്. അതിന് ഇപ്പം ഞാൻ എന്തെങ്കിലും പറയുമോ അല്ല, ലെറ്റ്സ് ഡിസ്കസ്. ഇപ്പം വലിയ കാര്യം ഹാപ്പി ആവും വിചാരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പം അതിന് ചിലപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അല്ലെങ്കിൽ അതിന് ഒരു ഓൾട്ടർനേറ്റീവ് ഹാപ്പിനെസ് കണ്ടുപിടിക്കും. കാരണം നമുക്കിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് ഓൾട്ടർനേറ്റീവ് വേസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് തന്നെ വേണോ, അതിന് കുറച്ച് ടൈം എടുക്കുമോ. യു പ്ലാൻ, വി വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ. ഡോണ്ട് വറി, ബി ഹാപ്പി. തന്നെയാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അടുത്തത് സീരിയൽ സെറ്റിൽ സൽമാൻ വളരെ സൈലന്റ് ആണ്. നോ, എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ആക്റ്റീവ് ആണ്, ഭയങ്കര ഫണ്ണാണ്. സോ ഒരിക്കലും സെറ്റിൽ സൈലന്റ് ലൈക്ക് പാച്ചു ഒരു ദിവസം ഇല്ലെങ്കിൽ പിന്നെ ആ സെറ്റ് ഭയങ്കര ഉറങ്ങിയ പോലെയാണ്. പാച്ചുവിന്റെ ഇത് സംസാരം കേട്ട് ഞങ്ങളൊരു ലൈക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചിരിച്ചും കളിച്ചിരുന്നു. ലാസ്റ്റ് ലൈക്ക് സാറ് ഞങ്ങള് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ എന്താ വെച്ചാല് ഞങ്ങൾക്കൊരു നൈസായിട്ടൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. ഞാൻ, ഇവള്, പിന്നെ വേറൊരു ലീഡ് ചെയ്യുന്ന വൈഷ്ണവി എന്ന് പറഞ്ഞിട്ട്, പിന്നെ അമ്മല്, പിന്നെ ലാസ്റ്റ് ശില്പ ആഡ് ചെയ്തു. അപ്പൊ ഇങ്ങനൊക്കെ വരുന്ന അത് കുറച്ച് ഉണ്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ ഉണ്ടെങ്കിലും ഭയങ്കരത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര വൈബായിരുന്നു ഞങ്ങളിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഫ്രീ ടൈമിൽ ഇത് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു അലമ്പായിട്ട് അങ്ങനെ ഒരു പോകുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സമയത്ത് എടുത്ത കൃത്യമായ തീരുമാനമാണ് ഈ വിവാഹം. തീർച്ചയായിട്ടും. എന്താണ് ആ ഒരു ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ലൈക്ക് ഒരു 100ൽ ലവ് ഫാക്ടർ വാസ് ദാറ്റ്, ബട്ട് ദെൻ മോർ ദാൻ ദാറ്റ് എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഫാമിലിയിൽ. സോ ആ ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ളൊരു കല്യാണം അല്ലേ. സോ ഐ ഡോണ്ട് റിഗ്രറ്റ് ദിസ് ഡിസിഷൻ ഓർ എനിത്തിങ്. ഐ തിങ്ക് ആൻഡ് ഇസ് ദി കറക്റ്റ് ഡിസിഷൻ. എനിക്കത് കറക്റ്റ് ആവാൻ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പെങ്കിലും ഞാൻ ഇവളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവൾക്ക് ഏറ്റവും മോസ്റ്റ് നീഡഡ് ടൈമിൽ തന്നെ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ ആ കറക്റ്റ് കാര്യം ചെയ്തു എന്നുള്ളൊരു ഇത് എൻ്റെ ഉള്ളിലുണ്ട്. സോ വെരി ഹാപ്പി വിത്ത് മൈ ഡിസിഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു.